ഈ ചെങ്കടലിന് നേരെ ഈ ജനത്തെ കൊണ്ടുവന്നു. ആ ജനത്തെ കൊണ്ടുവന്ന് നിർത്തി. മുന്നോട്ട് നോക്കിയാൽ അലറി ആർക്കുന്ന മഹാസാഗരം, പുറകോട്ട് നോക്കിയാൽ ആരവത്തോടെ ക്രോധാവേശങ്ങളോടെ കൊല്ലാൻ രഥം ഓടിച്ചു വരുന്ന ഫറവോയും അവന്റെ പട്ടാളക്കാരും. ഇതാണ് പശ്ചാത്തലം. രണ്ട് വശത്തേക്കും പോകാൻ പറ്റില്ല, ചതുപ്പ് നിലങ്ങൾ, ഓടിയാൽ താണുപോകുന്ന ചതുപ്പ് നിലങ്ങൾ. ഈ അവസ്ഥയിലാണ് അവർ എത്തി നിൽക്കുന്നത്. ഇനി വായിക്കാം, പുറപ്പാട് 14:19 മുതൽ. നിങ്ങൾ ഉച്ചത്തിൽ നിർത്തി വായിക്കുക. ഇസ്രായേൽ ജനത്തിന്റെ മുമ്പേ പൊക്കൊണ്ടിരുന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിൻപേ പോകാൻ തുടങ്ങി. മേഘസ്തംഭവും മുൻപിൽ നിന്ന് മാറി പിൻപിൽ വന്നു നിന്നു. അത് ഈജിപ്തുകാരുടെയും ഇസ്രായേൽക്കാരുടെയും പാളയങ്ങൾക്കിടയിൽ വന്നു നിന്നു. മേഘം ഇരുട്ട് നിറഞ്ഞതായിരുന്നു. അതിനാൽ ഒരു കൂട്ടർക്ക് മറ്റേ കൂട്ടരെ സമീപിക്കാനാവാതെ രാത്രി കഴിഞ്ഞു. മോശ കടലിന് മീതെ കൈനീട്ടി. ഉറക്കെ വായിച്ചേ. കർത്താവ് രാത്രി മുഴുവൻ ശക്തമായ ഒരു കിഴക്കൻ കാറ്റയച്ച് കടലിനെ പിറകോട്ട് മാറ്റി കടൽ വരണ്ട ഭൂമിയാക്കി വെള്ളം വിഭജിക്കപ്പെട്ടു. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. വലിയ കാര്യമാണ്. ഞാനത് വിശദീകരിക്കാം. 22 വായിക്കുക. ഇസ്രായേൽക്കാർ കടലിന് നടുവേ ഉണങ്ങിയ മണ്ണിലൂടെ നടന്നു. അവരുടെ വലത്തും ഇടത്തും വെള്ളം മതില് പോലെ നിന്നു. ഇനി ബൈബിളിൽ നിന്ന് നോട്ടം മാറ്റി എന്നെ നോക്കുക. എന്താണ് ഇവിടെ നടന്നത്? അതായത് ഒരു കടൽ ഇങ്ങനെ ഗർജിച്ചുകൊണ്ട് ഒരു കടൽ ഇരമ്പിക്കൊണ്ടിരിക്കുകയാണ്. അതിന് മുമ്പിൽ ഒരു ജനത നിസ്സഹായതയോടെ നിൽക്കുകയാണ്. അവരെ നയിക്കുന്ന നേതാവ് ഹെൽപ്ലെസ് ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ അയാൾ വിഷമത്തോടെ ദൈവത്തെ നോക്കി വിളിച്ച് കരയുമ്പോൾ ദൈവം പറഞ്ഞു, നിന്റെ കൈയിലെ വടി കടലിന് നേരെ നീട്ടുക. അയാൾ അധികാരത്തിന്റെ ദണ്ട് കടലിന് നേരെ നീട്ടി. അങ്ങനെ നീട്ടിപ്പിടിച്ചപ്പോ എന്നെ ശ്രദ്ധിക്കുക, നീട്ടിപ്പിടിച്ചപ്പോ സംഭവിച്ചത് ഇതാണ്. അതായത് ഈ പ്രവാചകൻ കൈ നീട്ടിയപ്പോ അടുത്ത് സംഭവിച്ചത് ഒരു കാറ്റടിക്കാൻ തുടങ്ങി. ഒരു കാറ്റടിച്ച് വരികയാണ്. ഈ കാറ്റ് വന്നിട്ട് വെള്ളത്തിന്റെ ഒത്ത നടുക്ക് ഈ കാറ്റടിച്ചിട്ട് അത് വെള്ളത്തെ രണ്ട് സൈഡിലും മതില് പോലെ നിർത്തി. നിങ്ങൾ നോക്കണം എന്നെ. അതായത് ഈ വെള്ളത്തിൽ കാറ്റ് വന്നടിച്ചിട്ട് കാറ്റ് അടിച്ച് ഈ വെള്ളം ഇങ്ങനെ റാ പോലായി. ഒരു സൈഡിൽ, മറു സൈഡിൽ അതിങ്ങനെ റാ പോലായി, മഴവില്ല് പോലായി. എന്നിട്ട് ഇതിന് നടുക്ക്, അപ്പോ ഈ വെള്ളം മുഴുവൻ അടിച്ച് പൊങ്ങി ഇതിങ്ങനെ മതില് പോലാവണമെങ്കിൽ, വെള്ളമായിട്ട് നേരെ ഇങ്ങനെ നമ്മൾ നാട്ടിൽ മതിൽ കെട്ടുന്ന പോലെ മതിലായിട്ട് നിൽക്കില്ലല്ലോ. വെള്ളം ഞാൻ പറഞ്ഞ ഷേപ്പിലാണ് നിൽക്കുന്നത്. നിങ്ങളത് മനസ്സിൽ കണ്ടു നോക്കണം. അപ്പോൾ അടിച്ച് ഈ കാറ്റ് അങ്ങോട്ട് അടിക്കണം. കാറ്റാണ് ഒരു ശക്തി. കാറ്റ് ഏത് കാറ്റാ ഇത്? ഈ കാറ്റിന്റെ പേരാണ് റുവാഹ്. ഇത് ആത്മാവിന്റെ കാറ്റാണ്. ഈ കാറ്റ് അടിച്ചു, ചെങ്കടലിൽ അടിച്ചപ്പോൾ അതിങ്ങനെ ഒരു സൈഡിൽ റാ പോലായി, മറു സൈഡിലും റാ പോലായി. അപ്പൊ നിസാരപ്പെട്ട അടിയല്ലേ അടിക്കുന്നേ, അതുപോലെ അടിച്ചാലേ പറ്റൂ. കേൾക്കണം നിങ്ങൾ, ഇത് അതുപോലെ അടിച്ചാലേ പറ്റൂ. ഈ കാറ്റ് 2 സെക്കൻഡ് അടിച്ചാൽ പോരാ. 20 ലക്ഷം മനുഷ്യര് ക്രോസ് ചെയ്യുന്നത് വരെ ഈ കാറ്റടിക്കണം. 20 ലക്ഷം ആളുകൾ ഈ കര നിന്ന് അക്കരെ എത്തുന്നത് വരെ ഈ കാറ്റടിച്ചേ പറ്റൂ. മാത്രമല്ല 20 ലക്ഷം ആളുകൾ, ഫറവോയുടെ ആളുകൾ മുഴുവൻ 18 വയസ്സിനും 35 വയസ്സിനിടെ പ്രായമുള്ളവരെ, ചെറുപ്പക്കാരാ, പട്ടാളക്കാരാ. പക്ഷെ ഇതിനകത്ത് വൃദ്ധരുണ്ട്, ദീനമുള്ളവരുണ്ട്, രോഗികളുണ്ട്, ഗർഭിണികളുണ്ട്, മുലയൂട്ടുന്ന അമ്മമാരുണ്ട്, പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട്, ആവാത്തവരുണ്ട്, വികലാംഗരുണ്ട്, രോഗികളുണ്ട്, കന്നുകാലികളുണ്ട്, വളർത്തുമൃഗങ്ങളുണ്ട്, ഭാണ്ഡങ്ങളുണ്ട്, അതുമായിട്ട് ചുമന്നോണ്ട് നടക്കുന്നവരുണ്ട്, വസ്തുവകൾ ചുമന്നോണ്ട് നടക്കുന്ന, ഇങ്ങനെ ഇതെന്ന് പറഞ്ഞൊരു മിക്സ്ഡ് ഗ്രൂപ്പാണ്. പെട്ടെന്ന് ക്രോസ് ചെയ്യാൻ പറ്റുന്ന ഗ്രൂപ്പ് അല്ല ഇത്. മനസ്സിലായോ? ഇത് ദീനക്കാരുടെയും അവശരുടെ, അവലംബമില്ലാത്തവരുടെയും വികലാംഗരുടെ ഒരു ഗ്രൂപ്പാണിത്. അതിനകത്ത് ആരോഗ്യമുള്ളവർ കുറച്ചേ ഉള്ളൂ. എന്നാൽ പുറകെ വരുന്നവന് ഫുൾ ആരോഗ്യമുള്ളവരാണ്. അപ്പോ ഈ അവശരായ ജനം 20 ലക്ഷം പേര് അക്കരെ എത്തുന്നത് വരെ ഈ കാറ്റടിച്ചോണ്ടിരിക്കണം. അപ്പൊ നിങ്ങൾ മനസ്സിൽ വിചാരിക്കേണ്ടത്, അപ്പൊ എന്തുമാത്രം പവറിൽ അടിച്ചാൽ പറ്റും, എന്തുമാത്രം പവറിൽ അടിച്ചാൽ പറ്റും. വെള്ളം അടിച്ച് ഇത് ചിറ പോലെ കെട്ടി നിർത്തണമെങ്കിൽ എന്തുമാത്രം പവറിൽ കാറ്റടിച്ചാൽ പറ്റും. പക്ഷെ അത്ഭുതപ്പെടുത്തുന്ന സംഗതി എന്തെന്നറിയാമോ?
ആ കാറ്റ് ഇത്രയും പവറിൽ അടിച്ചാൽ ഈ മനുഷ്യര് പറന്നു പോയില്ലേ? പക്ഷെ പോയില്ലല്ലോ. അതാണ് ആ കാറ്റ്. മനസ്സിലായോ? നിനക്ക് തടസ്സം നിൽക്കുന്ന ഒരു പ്രതിബന്ധത്തെ ഈ കാറ്റടിച്ച് മാറ്റുമ്പോഴും നീ ചലനമില്ലാതെ ആ കാറ്റിനിടയിലൂടെ നടന്നു പോകാൻ ഇടയാക്കുന്ന കാറ്റാണ് റൂഹായുടെ കാറ്റ്. അതാണ് ആ പവർ. മനസ്സിലായി? ഈ കാറ്റെന്ന് പറഞ്ഞാൽ ഈ കാറ്റ് ഈ കടലിനെ പകുത്തു മാറ്റുമ്പോ ഈ കൊച്ചു കൈക്കുഞ്ഞ് പറന്നു പോയിട്ടില്ല. ഈ വടികുത്തി നടക്കുന്നവൻ പറഞ്ഞിട്ടില്ല. അവൻ ഒന്നും പറ്റിയിട്ടില്ല. അവൻ നല്ല ടാറിട്ട റോഡിലൂടെ അക്കരെ, വരണ്ട ഭൂമിയിൽ എന്ന വണ്ണം അക്കരെ കടന്നു. അങ്ങനെ ഒരു കാറ്റാണത്. ഇത് ഷാർപ്പാണ്. അതായത് ഇത് ലക്ഷ്യമില്ലാത്തൊരു കാറ്റല്ല. ഇതിനറിയാം, അതിന്റെ പോയിന്റ്, അടിക്കേണ്ട പോയിന്റ് അറിയാം ഈ കാറ്റിന്. ഇതിനവിടെ പറയുകയാണ്, ആ രാത്രി മുഴുവൻ ആ കാറ്റടിച്ചുകൊണ്ടിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതൊക്കെ മനസ്സിൽ കാണണം. രാത്രി മുഴുവൻ കൊതിക്കണം, ദാഹിക്കണം, ചങ്കുരുകി കരയണം. ദൈവമേ, എൻ്റെ കുടുംബത്തിൻ്റെ മീതെ, എൻ്റെ ആലയത്തിൻ്റെ മീതെ, എൻ്റെ ദാമ്പത്യത്തിൻ്റെ മീതെ ഈ കാറ്റ് നിർത്താതെ വീശണമേ. ഇത് നിർത്താതെ വീശി അടിക്കണം. മനസ്സിലായോ? രാത്രി മുഴുവൻ ഈ കാറ്റിങ്ങനെ അടിച്ചുകൊണ്ടിരുന്നു. അത് ഇങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് അതൊരു തണുത്ത കാറ്റാണെന്നാണ് ബൈബിള് പറയുന്നത്. തണുത്ത കാറ്റാണ്. അപ്പൊ തണുത്ത കാറ്റ് നല്ല തണുപ്പിൽ വെള്ളത്തിലടിച്ചാൽ വെള്ളം ഐസാവും. സ്വർണം അപ്പൊ അതുപോലെ അടിച്ച് അങ്ങ് നിർത്തി രണ്ട് സൈഡിലും. ഇതുങ്ങളെല്ലാം അക്കരെ എത്തി കഴിയുമ്പോൾ, അതാ ഞാൻ പറഞ്ഞത്, ഇതൊരു ശക്തിയല്ല, ഇതൊരു വ്യക്തിയാണെന്ന് പറയുന്നതിന്റെ കാര്യം ഇതാണ്. കാരണം ലാസ്റ്റ് മാൻ അപ്പുറത്തെ ഈ മണലാരണ്യത്തിൽ കാലുകുത്തിയപ്പോ ഈ കാറ്റ് പിൻവാങ്ങി. അപ്പൊ വീണ്ടും ഈ കടൽ ഒന്നായി. ഫറവോയുടെ പട്ടാളം മുഴുവൻ നടുക്ക് മുങ്ങിച്ചത്തു. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാനിത് പറയുമ്പോൾ നിങ്ങളിതൊരു കെട്ടുകഥയായിട്ട് വിചാരിക്കരുത്. ഈ ദൈവം, സർവ്വപ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവത്തിന് ശാസ്ത്രത്തിനോ യുക്തിവാദികൾക്കോ അല്ലെങ്കിൽ അവർ ഉന്നയിക്കുന്ന ആശയങ്ങൾക്കോ അവരുടെ വാദഗതികൾക്കോ ഒന്നും ഇതൊക്കെ മനസ്സിലാവാത്ത കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഇതൊക്കെ പോഷത്തരമായിരിക്കും. പക്ഷെ നിങ്ങൾ സർവശക്തനായ ദൈവത്തെ രാപകലില്ലാതെ അനുഭവിക്കുന്നൊരു ജനത്തിന് ഇത് കെട്ടുകഥയല്ല. നമുക്ക് എന്തുകൊണ്ടാണ് ഇത് കെട്ടുകഥയല്ലാത്തത്? ഈ ദൈവത്തെ നമ്മുടെ വീടിൻ്റെ നടവരമ്പുകളിൽ, ഇടവഴികളിൽ, നമ്മുടെ വീടിൻ്റെ ഇടനാഴികളിൽ, നമ്മുടെ പ്രഭാതങ്ങളിലും പ്രദോഷങ്ങളിലും നമ്മൾ കണ്ടുമുട്ടുന്നവരായതുകൊണ്ടാണ് നമുക്ക് ഈ വാക്കുകളിൽ സംശയമില്ലാത്തത്.